ഞാൻ ഡോക്ടർ MP മണി. ഞാൻ കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ കോയമ്പത്തൂരുള്ള നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് പാലായിൽ മേവിട എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഒരു തമ്പാൻസ് മെഡിക്കൽ സെൻ്ററുണ്ട്, തമ്പാൻസ്. അപ്പോൾ അവർക്ക് 2 കൊല്ലത്തേക്ക് ഒരു ഫിസിഷ്യൻ്റെ സേവനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നെയാണ് അതിന് നിയോഗിച്ചത്. അങ്ങനെ ഞാൻ പാലായ്ക്കടുത്തുള്ള മേവട എന്നുള്ള ഗ്രാമത്തിലെത്തി. അപ്പോൾ അവിടെ ഈ തിരുവിതാംകൂർ ഭാഗത്ത് ആയുർവേദത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് വേണമെങ്കിൽ പറയും, അതുപോലെ ജനസമ്മതിയുള്ള കഴിവുള്ള ശരിക്കൊരു പ്രതിഭയായിരുന്നു ആയുർവേദ രംഗത്ത്. കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ജനങ്ങൾ പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത്. മന്ത്രിമാരും ഒരുപാട് VIPസും സഭാധ്യക്ഷന്മാരും ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയാണ് സ്ഥാപനം. അപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ലായിരുന്നു. അപ്പോൾ 2 വർഷത്തേക്കായിരുന്നു എനിക്ക് ആ നിയോഗം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ മകൻ ബയോ ക്ലിനിക്കിലെ പ്രൊഫസറാണ്, ഡോക്ടർ ശ്രീകുമാരൻ നായർ. അപ്പോൾ ഒരിക്കൽ അദ്ദേഹം വന്നപ്പോൾ സംസാരിക്കാനുള്ള അവസരം ലീവിൽ വന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഈ വ്യക്തിയുടെ മഹത്വം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആരാണ് എൻ്റെ അടുത്തിരിക്കുന്നത്? ബയോ ക്ലിനിക്കിലെ പ്രൊഫസറാണ്. ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, 84-85 ആണെന്നാണ് സംഭവം, ക്യാൻസറിൻ്റെ വിദൂര സാധ്യതകൾ കണ്ടെത്താൻ നമുക്ക് എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അദ്ദേഹം മറുപടി ഒന്നും, എന്തിനത്ര ബുദ്ധിമുട്ടുന്നത്, ESR നോക്കിയാൽ പോരെ. അപ്പോൾ എനിക്കതൊരു വിലമതിക്കാത്ത അറിവായിരുന്നു. കാരണം ESR നോക്കിയാൽ പോരെ. അപ്പോൾ എന്താണ് ESR കൂടുന്നതിന് അദ്ദേഹം ഒന്ന് പറഞ്ഞത് എനിക്ക് ഒരു ചെറിയ ഓർമ്മയുള്ളതാണ്. ഇൻഫ്ലമേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ടിഷ്യൂസ് കോസ് ആൻ ഇൻക്രീസ് ഇൻ ദ ESR. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതാണ് എൻ്റെ ഇപ്പോൾ ഓർമ്മയുള്ളത്. അപ്പോൾ ഇത്രയല്ലേ, ആ ശുദ്ധഗതിയാണ് നമ്മളവിടെ പാലിക്കേണ്ടത്. ആ മറ്റേ നിറകുടം തുളുമ്പില്ല എന്ന് നമ്മൾ പറയാറില്ലേ, ഒട്ടും വളച്ചൊടിക്കാതെ വളരെ സത്യസന്ധമായി കൃത്യമായി ഏറ്റവും ലളിതമായി ശാസ്ത്രീയമായി അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കത് ആലോചിക്കപ്പോൾ കോരിത്തിരിക്കാം. അപ്പോൾ നീർക്കെട്ട് വരുമ്പോഴാണ് ഈ കോശങ്ങളിൽ തകർച്ച ഉണ്ടാകുന്നത്. അത് ഒരുപാട് രോഗങ്ങളിൽ അത് സ്വാഭാവികമാണ്. അപ്പോൾ CP മാത്യു സാറും ഇത് പറയുമായിരുന്നു, ESR നോർമലാണല്ലോ, അപ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ നമ്മൾ ഈ പുതിയ അറിവുകൾ ക്രമേണ ഒരുപാട് പുതിയ അറിവുകൾ വരുമ്പോൾ അതിലൂടെ പോകുമ്പോൾ തിരിച്ചറിയാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ ഒരു യാഥാർത്ഥ്യം, ഒരുപാട് രോഗങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നീർക്കെട്ട് സങ്കീർണമാകുമ്പോഴാണ്, നീർക്കെട്ടിൻ്റെ നില ഉയരുമ്പോഴാണ്. അത് രക്തപരിശോധനയുടെ ആ നിലവാരം എത്രയാണെന്ന് കൃത്യമായി നമുക്കിത് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ ഞാൻ ഏറ്റവും പുതിയ അറിവുകൾ വായിച്ച് കിട്ടിയ ധാരണകൾ വെച്ചാണ് ഈ പറയുന്നത്. രോഗമേതോ ആയിക്കോട്ടെ, വരുന്ന രോഗിയെ നമ്മൾ ഒരുപാട് വട്ടം കറക്കാനൊന്നും പോണ്ട. രോഗനിർണയത്തിലും ചികിത്സയിലും 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 1 നീർക്കെട്ട്, 2 അണുബാധ, 3 മാനസിക സംഘർഷം. ഇത് 3 ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നങ്ങൾ എല്ലാ രോഗികളിലും നമ്മൾ കാണുന്നത്. നീർക്കെട്ട് വരുമ്പോൾ ഏത് അവയവത്തിലാണോ നീർക്കെട്ട് വന്നത് ആ ഭാഗം പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും, കുറവ് അനുഭവപ്പെടും. അപ്പോൾ നീർക്കെട്ട് കുറയുമ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും, രോഗിക്ക് ആശ്വാസം കിട്ടും, ഏത് രോഗമായാലും ആശ്വാസം കിട്ടും. അപ്പോൾ ഈ നീർക്കെട്ടിന് വൈദ്യശാസ്ത്രത്തിൽ ITIS എന്നാണ് പറയുന്നത്, ITIS. അതാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരുപാട് രോഗങ്ങൾ അവസാനിക്കുന്നത് ഈ ITISലാണ്. ആർത്തറൈറ്റിസ്, ആർത്തറോൺ എന്ന് വെച്ചാൽ ജോയിൻറ്റ്, ITIS എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ, നീർക്കെട്ട്. അപ്പോൾ ഇൻഫ്ലമേഷൻ ഇൻ ജോയിൻറ്റ്സ്, ആർത്തറൈറ്റിസ്. സന്ധികളിലുണ്ടാകുന്ന നീർക്കെട്ടാണ് സന്ധിക വാതരോഗങ്ങൾ. അതുപോലെ തന്നെ ടോൺസിലൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ്. അപ്പോൾ ഇത് നമ്മൾ വളരെ മെനിഞ്ചൈറ്റിസ് ഒക്കെ ITIS എന്നുള്ളൊരു വാക്കാണ്. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മൾ രോഗത്തെ കേന്ദ്രീകരിച്ച് കുറേ മരുന്നുകളൊക്കെ കൊടുക്കും, അവിടെയാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഈ 3 കാര്യങ്ങൾ ഏറ്റവും കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ നീർക്കെട്ട്,
അപ്പോൾ അതാണ് ഈ നീർക്കെട്ട് അവിടെ കൂടുതൽ കാലം നിൽക്കുമ്പോൾ, അതിന് ഉയർന്ന നിലവാരത്തിൽ നിൽക്കുമ്പോൾ, ചികിത്സ ഫലപ്രദമാകാതിരിക്കുമ്പോൾ അവിടെ കോശങ്ങൾക്ക് നാശം സംഭവിക്കും. അതാണ് ഈ മുട്ടിൽ നീർക്കെട്ട് വന്നു, മുട്ട് ചലിക്കാൻ പോയി, അവസാനം അത് അംഗവൈകല്യത്തിന് തുല്യമായ ഒരു അവസ്ഥയായിട്ട് മാറും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രോഗത്തിൻ്റെ ആരംഭഘട്ടത്തിൽ ഏത് രോഗമായിക്കോട്ടെ നീർക്കെട്ട് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും പരമപ്രധാനമായ ചികിത്സയുടെ ലക്ഷ്യം. രോഗനിർണയത്തിലും അത് നമ്മൾ ഈ രക്തപരിശോധനയിലും അതിൻ്റെ നിലവാരം കണ്ടെത്തണം. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് രക്തം പരിശോധന നടത്തണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചികിത്സ ഫലപ്രദമാകുന്നുണ്ടോ എന്നറിയാനാണത്. ചികിത്സ ഫലപ്രദമാകുന്നുണ്ടെങ്കിൽ അത് ഈ ESR അടക്കമുള്ള മാറ്റങ്ങൾ കിട്ടും. അത് വളരെ വിലപ്പെട്ട ഒരറിവാണത്. മാത്രമല്ല ഈ നീർക്കെട്ട് വരുമ്പോഴാണ് ഈ കോശങ്ങൾ ക്യാൻസറിനതാണ് ESR കൂടും, ആർത്തറൈറ്റിസിൽ ESR കൂടും. അപ്പോൾ ESR നോർമലാക്കാനുള്ളൊരു സമീപനം നമ്മൾ പുതിയ അറിവിലൂടെ പോകുമ്പോൾ അത് വളരെ ഫലപ്രദമാണ്. അത് അനുഭവത്തിലൂടെ മനസ്സിലായിട്ടുള്ളൊരു കഥയാണത്. ഇത് ജർമ്മനിയിലെ ഡോക്ടർമാർ ഈയിടെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവിടെ ഈ സന്ധിവാത രോഗങ്ങളിൽ നീർക്കെട്ട് കുറയാൻ അകത്തേക്ക് മരുന്ന് കൊടുക്കുന്നില്ല എന്നുള്ള ഒരു പറഞ്ഞു. അത് അതിലേറെ വിലപ്പെട്ട ഒരു അറിവാണ്, ശ്രദ്ധിക്കപ്പെടേണ്ട അറിവാണ്. കാരണം നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ ഇത് ആമാശയം, ലിവർ, കിഡ്നി ഇതിലൂടെയൊക്കെ കടന്നു പോകണം. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. അതുകൊണ്ടാണ് ഈ വേദനാസംഹാരികളൊന്നും തോന്നിയ പോലെ സന്തുഷ്ടപ്രകാരം വാങ്ങി കഴിക്കരുത് എന്ന് നമ്മൾ പറയുന്നത്. ഇതിന് കുറേ പുതിയ സാങ്കേതിക വിദ്യകളുണ്ട്. നമ്മൾ ചില മരുന്നുകൾ ഉപയോഗിച്ച് കുളിച്ചാൽ പോലും ശരീരത്തിൽ നീർക്കെട്ട് പോകും, മേലൊഴിച്ചാൽ നീർക്കെട്ട് പോകും, നീർക്കെട്ട് പോകുന്ന സന്ധികളിൽ ഇതൊഴിച്ചാൽ നീർക്കെട്ട് പോകും, ചില മരുന്നുകൾ വെച്ച് കെട്ടിയാൽ നീർക്കെട്ട് പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ നീർക്കെട്ട് പോകുന്നത് മാത്രമല്ല, നമ്മുടെ അകത്ത് അവയവങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമായിരിക്കും എന്നുള്ളതാണ്. ഈ കിഡ്നിക്കോ ലിവറിനോ ഒന്നും ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത്രമാത്രം വിലയേറിയ സാങ്കേതിക രംഗത്ത് അറിവുകൾ ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് നിലവിലുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ, രോഗനിർണയത്തിലും ചികിത്സയിലും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. അപ്പോൾ ഈ നീർക്കെട്ട് എന്നുള്ളത് വളരെ പ്രധാന ശ്രദ്ധയാണ്. അതുപോലെ ഈ അണുബാധകൾ, ഇപ്പോൾ വായ്ക്കകത്ത് അണുബാധകൾ വരുമ്പോഴാണ് നമ്മൾ വായ്പുണ്ണ്, മോണവീക്കം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഉമിനീരിൻ്റെ ഉൽപ്പാദനം പലപ്പോഴും കുറയാം. അപ്പോൾ അതാണ് പലർക്കും വിശപ്പ് കുറയാനും ഇതിനൊക്കെ കാരണമാകുന്നത്. അപ്പോൾ വിശപ്പുണ്ടാകാനുള്ള മരുന്നുകൾ ഒരുപാട് കഴിക്കുന്നതിനേക്കാളും എളുപ്പം ഈ വായ്ക്കകത്ത് ഈ അണുബാധ കറക്റ്റ് ചെയ്യാനാണ്. അതിനേറ്റവും പുതിയ അറിവുകൾ അനുസരിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് മാറും. അതിന് ഈ പെട്ടെന്ന് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ പുതിയ അറിവിലൂടെ പോകുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളുള്ളത്. ഒന്ന്, അത് ശാസ്ത്രീയമാണ്, പരീക്ഷണസിദ്ധമായി തെളിവുകളുള്ളതാണ്. രണ്ട്, ഏറ്റവും എളുപ്പം അത് ഫലപ്രദമാകുന്നു. ചികിത്സാനന്തര ദൂഷ്യഫലങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല, രോഗിയുടെ ആരോഗ്യം കുറയുന്നില്ല, വേറൊരു രോഗം ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നില്ല. അതാണ് ഈ പുതിയ അറിവുകൾ നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴുള്ള ആരോഗ്യരംഗത്തെ നേട്ടങ്ങൾ. അപ്പോൾ ഇത്തരം രംഗങ്ങളിൽ വളരെ കാര്യമായ ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഈ വായ്ക്കകത്ത് വരുന്ന അണുബാധകൾ പലപ്പോഴും രക്തം കട്ടപിടിക്കാനും ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും വരെ കാരണമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ രക്തം കട്ടപിടിച്ചു, എങ്ങനെ ഹൃദയത്തിൽ അത് വന്ന് രക്തസഞ്ചാരം തടഞ്ഞു, എങ്ങനെയാണ് ഈ അത്യാഹിതം ഉണ്ടായതെന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നില്ല. അന്വേഷിക്കാൻ പോകണ്ട, ഇതൊക്കെ അച്ചടിച്ച് വന്നിട്ടുണ്ട്. ഈ പുതിയ അറിവുകൾ ഈ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഗവേഷണം നടത്താനുള്ള സ്കോപ്പില്ല. ഞാനൊരിക്കൽ മെനക്കെട്ടത് അട്ടിമറിച്ച് എല്ലാവരും കൂടെ ചവിട്ടിക്കൂട്ടി കൈ തന്നു. അതാണ് നമ്മുടെ കേരളം. വിദേശങ്ങളിൽ അങ്ങനെ നിരന്തരം പഠനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പഠനങ്ങൾ അവർ ടീമായിട്ടാണ് നടത്തുന്നത്. നടത്തിയിട്ട് അത് കിട്ടുന്ന പുതിയ അറിവുകൾ അവർ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മളതൊന്ന് പഠിച്ചാൽ മതി. അത് പഠിച്ചിട്ട്, ഞാനിവിടെ ഈ പഠിക്കുന്ന കാലം തൊട്ടേ ഈ പരിപാടി ചെയ്യാറുള്ള, വിദേശത്തുനിന്ന് വരുന്ന അറിവുകൾ കൃത്യമായി, ഇപ്പോൾ ലോകത്ത് വരുന്ന എല്ലാ അറിവും നമുക്ക് ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല, എങ്കിൽ പോലും കഴിയുന്നത്ര അറിവുകൾ നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു രോഗി വരുമ്പോൾ ഇതൊക്കെ അദ്ദേഹമായിട്ട് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടും. അതുതന്നെ അവരുടെ ഈ ഭയം കുറയാനൊരു കാരണമാക്കും. നമ്മുടെ നാട്ടിൽ ഓരോ രോഗിയും ഡോക്ടറെ കാണാനെത്തുന്നത്
ഉള്ളിൽ അല്പം ഭയവും ഉത്കണ്ഠയും പിരിമുറുക്കൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഈ രോഗം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് രോഗിക്ക് അതിൻ്റെ ചിത്രം വരഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷം കുറയും. അത് തന്നെ രോഗം മാറാൻ ഒരുപാട് സഹായിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ നീർക്കെട്ടിനെ കുറിച്ച് പറയാനാണ് ഇന്ന് ഞാൻ വന്നത്. ഏത് രോഗമായിക്കോട്ടെ, നീർക്കെട്ട് അകത്തേക്ക് മരുന്നുകൾ കഴിക്കാതെ, തീരെ കഴിക്കാതെ സാധ്യമാണതിപ്പം. ജീവിതശൈലിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, ആഹാരത്തിൽ കുറച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടി വരും, അതുപോലെ ഈ കുളിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ചേർക്കേണ്ടി വരും. ഈ കാലിൻ്റെ മുട്ടൊക്കെ വീങ്ങി വരുന്നവർക്ക് അവിടെ ധാര ചെയ്താൽ മതി, അത് വൈകിട്ട് നീര് പോകും. അപ്പോൾ ഈ ചെറിയ കാര്യമല്ല ഇത്തരം അറിവുകൾ. അപ്പം നമ്മുടെ രാജ്യവും വികസിത രാജ്യങ്ങൾ നമ്മൾ ഇപ്പം അവിടെ ഈ മനുഷ്യരക്തം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മളാരും കാര്യമായിട്ടത് അറിഞ്ഞിട്ടില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വേറെ കുറേ കഥകളാണ്, ഇക്ലിപ്പെടുത്തുന്ന കഥകളും സംഭവങ്ങളൊക്കെയാണ്. നമുക്ക് ഇതൊന്നും വേണ്ട, ഗവേഷണമൊന്നും വേണ്ട. ഇവിടെ വിദേശങ്ങളിൽ ഈ ഗവേഷണങ്ങൾ നടത്തുമ്പോൾ ആശുപത്രികളാണത്ര. കാരണം അവിടെയാണ് രോഗികൾ വന്ന് നിറയുന്നത്. അപ്പോൾ രോഗികൾ ടീം സ്പിരിറ്റോടു കൂടിയാണെങ്കിൽ ഈ പുതിയ അറിവുകൾ കണ്ടെത്താൻ ഒരു പ്രയാസവും ഇഷ്ടമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ അതിൻ്റെ സാധ്യതകളില്ല. ആസ്മയ്ക്ക് കാരണം അലർജി അല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ജോലി രാജിവെച്ച് ഇത് പരീക്ഷണമായി തെളിയിക്കാനുള്ള ഗവേഷണ പദ്ധതിയുമായിട്ട് യൂണിവേഴ്സിറ്റി പോയവരാണ് ഞാൻ. അതിവിടുത്തെ ആയുർവേദത്തിൽ ചില മഹാന്മാർ അട്ടിമറിച്ച് കൈ തന്നു. ഇതൊന്നും നമ്മുടെ അവിടുത്തെ നേതാക്കളോടോ ജനപ്രതിനിധികളോടോ അവർക്കൊന്നും ഇത് കേൾക്കാനൊന്നും വലിയ താല്പര്യമില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ശാപം എന്ന് പറയുന്നത്. പുതിയ അറിവുകൾ ജനങ്ങളിൽ എത്തിക്കാനോ ശാസ്ത്രീയമായി തെളിയിക്കാനോ എല്ലാ സംവിധാനങ്ങളോടും ഉണ്ടായിട്ടും നടക്കാൻ സമ്മതിക്കില്ല. അതാണ് നമ്മുടെ നാടിൻ്റെ ശാപം. കാരണം പ്രബുദ്ധ കേരളം നമ്മൾ അതൊക്കെ നമുക്ക് അങ്ങനെ പറഞ്ഞു നടക്കാം. അല്ലാതെ വൈദ്യശാസ്ത്ര രംഗത്ത് ഇതിനൊന്നും ഒരു സാധ്യതകളില്ല. ഇപ്പോൾ ആയുർവേദം തന്നെ, ആയുർവേദത്തെ അറിവുകൾ പരീക്ഷണസിദ്ധമായി തെളിയിച്ചാൽ ഇവിടുത്തെ അവസ്ഥ എന്താ? വിദേശികൾ ഇങ്ങോട്ട് ഒഴുകും. കാരണം അത്രമാത്രം വിലപ്പെട്ട അറിവുകളാണ്. പക്ഷേ പരീക്ഷണസിദ്ധമായി തെളിയിക്കപ്പെട്ടവയല്ല എന്നതിൻ്റെ പേരിൽ ഇത് അശാസ്ത്രീയമാണ്, കപട ശാസ്ത്രമാണ്, നമ്മളോട് ആകെ ഒരു ബഹളം നടക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് ബഹളങ്ങളല്ല നമുക്ക് വേണ്ടത്, കൂട്ടായ പ്രവർത്തനങ്ങളാണ്. എല്ലാ വൈദ്യശാസ്ത്ര ശാഖകളിലെയും ഡോക്ടർമാർ ഒരേ മേശയ്ക്ക് ചുറ്റും ഇരുന്ന് രോഗികളെ നോക്കിയാൽ എന്തായിരിക്കും ഇവിടുത്തെ സംഭവം? വൈദ്യശാസ്ത്ര രംഗത്ത് നിറപ്പ് കെട്ടാർന്ന അത്ഭുത രോഗശാന്തികളുടെ ഒരു അധ്യായം എഴുതി ചേർക്കാൻ കഴിയും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്.